ധന്യ, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനം കൊടുക്കേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ ഒരു സംശയവുമില്ലാതെ ഞാൻ പറയും അത് നമ്മുടെ സൈനികർക്കാണ് എന്നുള്ളത്. കാരണം അവർ ധീരമായി പ്രവർത്തിക്കുന്നത് കൊണ്ടും നമ്മുടെ രാജ്യാതിർത്തികളിൽ അവർ മഞ്ഞും വെയിലും ഒക്കെ കൊണ്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടാണ്, നമ്മളെ സംരക്ഷിക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ധൈര്യത്തോടെ ഇവിടെ കിടന്നുറങ്ങുന്നത്. പക്ഷേ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഈ ചില ഈഗോയുടെ പ്രശ്നങ്ങളുണ്ട്. അവരാണോ ഞങ്ങളാണോ വലുത്, ഞങ്ങളും അവരൊക്കെ തുല്യരല്ലേ എന്നൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ട്. എന്നാൽ അങ്ങനെയൊന്നും അല്ല. യഥാർത്ഥത്തിൽ സൈന്യത്തിന് വേറെ ഒരു ബഹുമാനം തന്നെ, അല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നമ്മൾ അത്രയേറെ ബഹുമാനിക്കുന്ന ആളുകളാണ് എന്ന കാര്യം മാറ്റി നിർത്തപ്പെടാനാവാത്ത സത്യമാണ്. ഇവിടെ ചില പോലീസ് ഉദ്യോഗസ്ഥർ എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പ്രതിസ്ഥാനത്ത് സൈനികനാണ് ഉള്ളതെങ്കിൽ അയാളെ കയറി അങ്ങ് മേയുന്ന ഒരവസ്ഥയുണ്ട്. പലപ്പോഴും എത്രയോ കേസുകൾ നിലയിൽ വന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഒരു സൈനികൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അയാളെ ശിക്ഷിക്കേണ്ടത് സൈനിക കോടതിയുണ്ട്, അവർക്ക് അവരുടേതായ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ പോലീസ് എന്തും കയറി അങ്ങ് ചെയ്യും. പക്ഷേ ഇനി അങ്ങനെ നടക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശക്തമായി തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞത് ആരാണ് എന്താണെന്നൊക്കെ തന്നെ വിശദീകരിക്കും. രാജീവ് ചന്ദ്രശേഖറാണ് ഇത് പറഞ്ഞത്. ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് തുടക്കം പിൻഗാമി സിനിമ കണ്ടിട്ടുണ്ടോ മോഹൻലാലിന്റെ? അതിൽ മോഹൻലാൽ ശ്രീരാമൻ എന്ന് പറയുന്ന നടനോട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ഞാൻ എൻ്റെ യൂണിഫോമിലാണ് വന്നത് എങ്കിൽ നിങ്ങൾ എണീച്ച് നിന്ന് എനിക്ക് സല്യൂട്ട് അടിച്ചേനെ. അതാണ് ഒരു പട്ടാളക്കാരൻ്റെ യൂണിഫോമിൻ്റെ വില എന്ന് പറയുന്നത്. ഈ പിൻഗാമി സിനിമയെ പറ്റി പറഞ്ഞതുകൊണ്ടാണ് കാപ്പാട് എൻ്റെ നാട്ടിൽ വെച്ചിട്ടാണ് അത് ഷൂട്ട് ചെയ്തത്. ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ട ഒരു സിനിമ കൂടിയാണ്. പാർത്തൻ ഓർമ്മയുണ്ടോ? കൊല്ലത്തൊരു പട്ടാളക്കാരനെ അനാവശ്യമായി മർദ്ദിച്ച് വലിയ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാക്കിയ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഈ ഒരു വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു ആ സംഭവം. അതുമായി ബന്ധപ്പെട്ടാണ് 1985 നയം പട്ടാളം എടുത്താൽ കിളിക്കൊല്ലൂരിലെ സൈനികനെയാണെന്ന് ഇടിച്ച് അവശ നിലയിലാക്കി പിന്നെ വലിയ രീതിയിൽ അത് പ്രതിഷേധവും ഒക്കെ വിമർശനങ്ങൾക്കൊക്കെ വഴിവെച്ചു. ആ സമയത്താണ് 37 വർഷങ്ങൾക്ക് മുൻപ് പട്ടാളത്തെ കൈവച്ച പോലീസിന്റെ കഥ പുറത്തു വരുന്നത്. അതായത് 1985 ഒക്ടോബർ 6 എൻ്റെ നാടായ നേമത്ത് നടന്ന സംഭവമാണ്. മൂക്കുന്നിമലയിലെ സൈനിക ഫയറിംഗ് റേഞ്ചിനുള്ളിൽ പോലീസ് രാത്രി കടന്നു. അത് ഈ മൂക്കുന്നിമല എന്ന് പറയുന്നത് പിന്നെ അവിടെ ഈ സൈന്യം പിന്നെ എപ്പോഴും നിരീക്ഷണം നടത്തുന്ന ഒരു മേഖലയാണ്. ഞങ്ങളുടെ അവിടെ തന്നെയാണ് മൂക്കുന്നിമല. എപ്പോഴും പറയും മൂക്കുന്നിമല പൊട്ടി തകർന്നാൽ നമ്മുടെ ആ പ്രദേശം തന്നെ ഇല്ലാതാകും എന്നൊക്കെ പറയാം. അപ്പോൾ എപ്പോഴും സൈനികരാണ് അവിടെ തമ്പടിച്ച് നിരീക്ഷണം നടത്തുന്നവർ. ആ മല, മൂക്കുന്നിമല എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെയാണ് രാത്രി കയറി അറസ്റ്റ് ചെയ്തത്. പോലീസ് രാത്രി കയറി അറസ്റ്റ് ചെയ്യുന്നു. നേമം പോലീസ് ലോക്കപ്പിൽ സൂക്ഷിച്ചിരുന്ന പട്ടാളക്കാരനെ, അവിടുത്തെ ഒരു പട്ടാളക്കാരനെ ഈ പോലീസ് അവിടെ അതിക്രമിച്ചു കയറി അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ പട്ടാളക്കാരനെ നേമം പോലീസ് സ്റ്റേഷനിലാണ് സൂക്ഷിച്ചിരുന്നത്. പട്ടാളക്കാരനെ സംഘമായി ചേർന്ന് പട്ടാളക്കാർ ബലം പ്രയോഗിച്ച് മോചിപ്പിച്ചു. അന്ന് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന 9 പോലീസുകാരും പരിക്കേറ്റ് ആശുപത്രിയിലായി. പോലീസ് കസ്റ്റഡിയിലിരിക്കെ മർദ്ദനമേറ്റ കർണാടകക്കാരൻ നായിക് ബൊപ്പയ്യ എന്ന പട്ടാളക്കാരനും ചികിത്സയിലായി. വയലാർ രവിയായിരുന്നു അന്ന് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി. ഗൗരവത്തോടെ തന്നെ ഈ സംഭവം കേന്ദ്ര സർക്കാരിനെയും അറിയിച്ചു. അത് നടന്നത് ഈ നായിക് ബാപ്പയ്യെ എന്ന് പറയുന്ന പട്ടാളക്കാരനെ രാത്രി 10 മണിയോടെയാണ് നേമം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പോലീസും സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. മദ്യപിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഇദ്ദേഹത്തെ ഈ സൈനികനെ കൊണ്ടുവന്നത്. പക്ഷേ പട്ടാളക്കാർ ഇതൊന്നും അംഗീകരിച്ചില്ല. തിരുവനന്തപുരത്തുള്ള ഉന്നത സൈനിക നേതൃത്വം പോലും ആ അറസ്റ്റിൽ അന്ന് ഞെട്ടിയിരുന്നു. പിന്നാലെ അന്ന് അർദ്ധരാത്രി 150ഓളം പട്ടാളക്കാർ നേമം പോലീസ് സ്റ്റേഷനിലെത്തി. പട്ടാള ചിട്ടയിൽ സ്റ്റേഷൻ മൊത്തം അവർ വളഞ്ഞു. സ്റ്റൺ ഗണ്ണുകളുമായി ഇരച്ചു കയറി. റോഡിലൂടെ വാഹനം പോലും കടത്തിവിടാതെ സ്റ്റേഷൻ നിയന്ത്രണം പൂർണ്ണമായും പട്ടാളത്തിന്റെ കയ്യിലായി. കാവൽ നിന്ന പോലീസുകാരുടെ തോക്ക് പിടിച്ചു വാങ്ങി പുറത്തേക്കെറിഞ്ഞ ശേഷം അവരുടെ ഓപ്പറേഷൻ തുടങ്ങി. സെല്ലിന്റെ താക്കോൽ ചോദിച്ചിട്ട് കൊടുത്തില്ല. തോക്ക് ചൂണ്ടി വിരട്ടിയപ്പോൾ പോലീസ് അതും നൽകി. ലോക്കപ്പ് തുറന്ന് ഈ ബൊപ്പയ്യെ പുറത്തിറക്കി അവർ കൊണ്ടുപോയി. എല്ലാം കഴിഞ്ഞപ്പോൾ സ്റ്റേഷന്റെ ഉൾഭാഗം പട കഴിഞ്ഞ പടക്കളത്തിന്റെ പ്രതീതി ജനിപ്പിച്ചു എന്നായിരുന്നു മനോരമ പിറ്റേ ദിവസം എഴുതിയ വാർത്ത. 2 ലഫ്റ്റനന്റ്മാരടക്കം വന്നായിരുന്നു ആക്രമണം. പട്ടാള യൂണിഫോമിലായിരുന്നു അവർ വന്നത്. സ്റ്റേഷനിലെ ആ സമയത്തുണ്ടായിരുന്ന SI അവിടെ ഒന്നും കണ്ടില്ല.
ഇതെല്ലാം കഴിഞ്ഞ് ആ എസ് ഐ എവിടെയെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇതിന്റെ തൊട്ടടുത്തൊരു കോഴിക്കൂടുണ്ട്, ആ കോഴിക്കൂട്ടിൽ കയറി അന്ന് ഒളിച്ചിരുന്നു എന്നാണ് വാർത്ത. മനോരമയുടെ വാർത്തയുണ്ട്, പട്ടാളം പോലീസ് സ്റ്റേഷൻ കയ്യേറി എന്ന 1985 മനോരമയുടെ വാർത്ത. അപ്പോ ഈ സുരാജ് അലമാരിൽ കയറി ഒളിച്ചതുപോലെ അന്നത്തെ എസ് ഐ അദ്ദേഹം ജീവനോടെ ഉണ്ട് എന്നാണ് ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത്. അന്നത്തെ എസ് ഐ കോഴിക്കൂട്ടിൽ പട്ടാളത്തെ ഭയന്ന് കയറി ഒളിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ പട്ടാളം ഒരു സ്റ്റേഷൻ വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോലീസുകാർ നിക്കറിൽ മുള്ളുന്ന അവസ്ഥ, ആ യൂണിഫോമിൽ മുള്ളുന്ന അവസ്ഥ വരും. പക്ഷേ നിർഭാഗ്യവശാൽ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ പറയുന്നത് പോലെ പട്ടാളക്കാർക്ക് അവരുടെ കോടതിയുണ്ട്, അവരെ ശിക്ഷിക്കാൻ അവരുടേതായ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും പട്ടാളക്കാരെ തൊടുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് മേൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത്ര കാര്യമായി അവരുടെ സംവിധാനങ്ങൾ ഇടപെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പലപ്പോഴും അത്തരത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് തന്നെ അതിൽ പലപ്പോഴും നമ്മളൊക്കെ വാർത്തയുമായി ബന്ധപ്പെട്ടൊക്കെ പോകുമ്പോൾ അവർ പറയാറുണ്ട്. പക്ഷേ BJP സർക്കാരൊക്കെ അധികാരത്തിൽ വന്നതിന് ശേഷം പട്ടാളക്കാരുടെ വില എന്താണ്, ആരാണ് പട്ടാളക്കാർ, നമ്മളൊക്കെ സമാധാനമായി ഉറങ്ങുന്നത്, ഇവരൊക്കെ ഉറങ്ങാതെ കൃത്യസമയത്ത് ആഹാരം കഴിക്കാതെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ട് ഈ തീവ്രവാദികളാരും നുഴഞ്ഞു കയറാതെ ഒരു അട്ടിമറി ശ്രമങ്ങളൊന്നും ഇന്ത്യയിൽ നടക്കാതെ ഇവർ നമ്മൾക്ക് കാവൽക്കാരായി നിൽക്കുന്നത് കൊണ്ടാണ് ഈ നമ്മളൊക്കെ സമാധാനത്തിൽ ജീവിക്കുന്നത്. അവിടെയാണ് പട്ടാളക്കാരുടെ വില നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പട്ടാളക്കാർക്ക് ഒരു വിലയുണ്ട്. അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ കൊച്ചിയിൽ ഒരു NCC ക്യാമ്പിൽ പട്ടാളത്തെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത വരുന്നത്. അത്തരം വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്, പട്ടാളത്തെ തൊട്ടാൽ പഴയതുപോലെ നോക്കിക്കൊണ്ടിരിക്കുമെന്ന് കരുതരുത്, ഞങ്ങൾ കൃത്യമായ ഇടപെടലുകൾ നടത്തും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. എന്തായാലും നമ്മളൊക്കെ പറയുന്നത് പോലെ ഒന്നുകിൽ ഇവർക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കും, ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കൊച്ചിയിലെ NCC ക്യാമ്പിൽ സൈനിക ഉദ്യോഗസ്ഥനെ ആക്രമിച്ചവർക്കെതിരെയാണ് BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖറിന്റെ പരാമർശം വന്നിരിക്കുന്നത്. സൈനിക സേവനത്തിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥനെ ആക്രമിച്ച ഗുണ്ടകൾ നിയമം അനുശാസിക്കുന്ന ഏറ്റവും കടുത്ത ശിക്ഷ അർഹിക്കും, ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യണം, പോലീസിന്റെ അടിയന്തര നടപടികൾ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ മാസം 23-നായിരുന്നു NCC ക്യാമ്പിൽ CPM പ്രവർത്തകർ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തിയത്. തൃക്കാക്കര KMM കോളേജിൽ നടന്നുവന്ന NCC ക്യാമ്പിന്റെ ചുമതലയിൽ ഉണ്ടായിരുന്ന ലഫ്റ്റനന്റ് കേണൽ കർണൽ സിംഗിനെയാണ് ആക്രമിച്ചത്. ലഫ്റ്റനന്റ് കേണലിന്റെ കഴുത്തിൽ അക്രമികൾ പിടിച്ചു വച്ചിരുന്നതിന്റെയും അദ്ദേഹത്തെ പിടിച്ചു തള്ളുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തുവെന്നാണ് പോലീസ് പറയുന്നത്. ക്യാമ്പിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായെന്ന പരാതിയിൽ ചില വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ പ്രവേശിച്ചിരുന്നു. ഇതേ തുടർന്ന് കാര്യങ്ങൾ അന്വേഷിക്കാനെന്ന വ്യാജേന ഇവിടെ എത്തിയ CPM പ്രവർത്തകരും നേതാക്കളും അക്രമം അഴിച്ചുവിടുകയായിരുന്നു. ഇതിനിടെയാണ് സൈനിക ഉദ്യോഗസ്ഥനെയും കൈകേറ്റം ചെയ്തത്. പെൺകുട്ടികളുടെ മുറിയിൽ കടന്ന് പരിശോധന നടത്തിയ DYFI ജില്ലാ കമ്മിറ്റി അംഗം ഭാഗ്യലക്ഷ്മിക്കെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു. സൈനിക ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച സംഭവത്തിൽ പരാതി നൽകിയെങ്കിലും പ്രതികൾക്കെതിരെ നടപടിയെടുക്കാൻ പോലീസ് ആദ്യം തയ്യാറായിരുന്നില്ല. ഇതിനെതിരെ പ്രതിഷേധം ശക്തമായതോടെയാണ് പോലീസ് വീഡിയോ ദൃശ്യങ്ങളുടെ ചുവട് പിടിച്ച് അന്വേഷണം ആരംഭിച്ചത്. അതായത് സൈന്യത്തെ തൊട്ടാൽ ഇപ്പോൾ കോഴിക്കൂടില്ലെങ്കിൽ പട്ടിക്കൂട്ടിലോ പന്നിക്കൂട്ടിലോ ഒളിക്കേണ്ടി വരും. അതുകൊണ്ട് സൈനികർക്ക് അവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ അവരെ തൊട്ടാൽ അവർക്ക് അവരുടേതായ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനത്തിലൂടെ അവർ കൃത്യമായി പോവും. നിങ്ങളാരും അതിലിടപെടേണ്ട കാര്യമില്ല. കൃത്യമാണ്, വ്യക്തമാണ് തന്നെ പറഞ്ഞ കാര്യം. എന്തായാലും അന്ന് സംഭവിച്ചൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് ആ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്നവർ അവിടെ പോയല്ലോ, അവർ കുട്ടികളോട് ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾ ഈ അധ്യാപകർക്ക് കിടന്നു കൊടുക്കുകയാണോ എന്നാണ് ചോദിച്ചത്. അത്രയ്ക്ക് വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ച ഒരാളാണ്. എന്തായാലും അതിനെ വിദ്യാർത്ഥികൾ തന്നെ മറുപടി പറയിച്ചു എന്നുള്ളതാണ് നമ്മൾ അവിടെ കണ്ട കാഴ്ച. എന്തായാലും ഈ പട്ടാളത്തിന് നേരെയൊക്കെ കൈവെക്കാനൊക്കെ പോകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊക്കെ പോവുക, അല്ലെങ്കിൽ കൈ അവിടെ കാണത്തില്ല.